ധീരനായ തുഷാർ വെള്ളാപ്പള്ളി ഏതാനും ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഏതാനും ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കും. ഏതാനും ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. ഞാൻ പെയിൻറ് ചെയ്യാനുള്ള കല്ല് തപ്പി നടക്കുകയാണ്, കിട്ടുന്നില്ല. എവിടെയാണോ കുറേ തപ്പി, പല സ്ഥലങ്ങളിലും തപ്പി. എനിക്ക് പെയിൻറ് ചെയ്യാനൊക്കെ ഒരു വർക്ക്. അപ്പം അതിനുള്ള കല്ല് ഞാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ കിട്ടണം, പക്ഷെ കിട്ടുന്നില്ല. ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ കുറച്ചധികം അങ്ങനത്തെ കല്ലുകളൊക്കെ കിട്ടണം. അപ്പം അത് തപ്പി ഇറങ്ങി. തപ്പണ നേരത്തെ ഒന്നും കിട്ടൂല. നോക്കൂ ഗെയ്സ്, ഈ പ്ലേസിൽ മാത്രം കുറേ ബട്ടർഫ്ലൈസ് കണ്ടോ? ഇത് ആ അതാണ്, പറഞ്ഞതാണോ? ആ എടുത്തു. കണ്ടോ, ഈ പ്ലേസിൽ മാത്രം ബട്ടർഫ്ലൈസ്. നല്ല രസമാണ്, കുഞ്ഞു ബട്ടർഫ്ലൈസ്. നല്ല രസമുണ്ട് കാണാൻ. ഒരു പർപ്പിളൊക്കെ മിക്സ് ചെയ്ത്, പർപ്പിളും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അയ്യോ, ഓ
ഞാൻ ശരിക്കും മറ്റേ ചെടിയില്ലേ, ബട്ടർഫ്ലൈക്ക് മാത്രമായിട്ടുള്ളൊരു ചെടി ഉണ്ടല്ലോ, ഞാനതിനെ വിളിക്കുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ്. മറ്റേ ഒറിജിനലിൻ്റെ പേരെന്താണെന്ന് പിടുത്തില്ല എന്നല്ല, കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പം ഓർമ്മ വരുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പറഞ്ഞു നോക്കിക്കേ, എന്ത് ഭംഗിയാ കാണാൻ. ഉണ്ടോ ബട്ടർഫ്ലൈസ്? നിറയുണ്ട്. ഉണ്ടോ ബട്ടർഫ്ലൈസ് കുറേ ഉണ്ട്. ഇവിടെ എന്താണ് കാര്യം എന്നറിയില്ല, നിറച്ചുണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട്, അതൊക്കെ കാണുന്നു. നല്ല ഭംഗിയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒന്നും ഇല്ല. ഞാൻ അന്വേഷിക്കുന്ന സംഭവം ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ കണ്ണി പിടിക്കാത്തതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഫുൾ ഇലമയമാണ് ഇവിടെ, ഫുൾ ഇല വീണ് കിടക്കുക. ഒന്നുമേ പിടികിട്ടുന്നില്ല. വെള്ളമില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ നടക്കാം, ഉലാത്ത. പറഞ്ഞതാ ആണോ? എടുത്തേരെ. അവൻ്റെ കണ്ണിൽ അത്യാവശ്യം പിടിക്കുന്നുണ്ട്, പക്ഷേ കിടക്കുന്ന ഒരു പരന്നകല്ല്. പക്ഷെ അത് ഞാൻ ഉദ്ദേശിക്കുന്ന പരന്നകല്ലല്ല സംഭവം. ഈ പാറ ഒരു ഷേപ്പായിട്ട് വന്ന് കിടക്കൂലേ പാറ, എന്തായിട്ട് ഞാൻ ആവശ്യമായിട്ട് നോക്കുന്നത്. ആവശ്യമാണ് എനിക്ക് ഒരു വർക്ക് ചെയ്യാനായിരുന്നു. 2-3 കിട്ടിക്കഴിഞ്ഞാൽ ആ വർക്ക് എന്തായാലും ചെയ്യാൻ പറ്റൂ. 2-3 സാധനം കിട്ടുന്നില്ല, ആണ് എൻ്റെ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇക്കാലം നമുക്ക് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് വെള്ളമൊന്നുമില്ല, അധികം ഇത് വെള്ളമില്ല, ഇങ്ങനെ പോവാം. ഇല്ലാത്ത കൊള്ളാലോ. വെള്ളം കുറവാണ്, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നനയുമോ എന്നൊരു ഡൗട്ടുകളായികയില്ല. ഞാൻ ഇറങ്ങി, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കും, അത് അനുഭവിക്കുക. അടിപൊളി, സൂപ്പർ. അയ്യോ, വെള്ളം കൂടുതലാണ് ഗൈസ്, വെള്ളം കൂടുതലാണ്. ഞാൻ ഇറങ്ങിയ ഭാഗത്ത് കേട്ടോ കുറേ ആഴമുണ്ട്, അതാണ്. സ്ലിപ്പായില്ലെങ്കിൽ ജീവനോടെ. ആവു, വാട്ട് എ ബ്യൂട്ടി. യാ, അതിനെ ഞാൻ വന്നേ. ഇവമേ എങ്ങനെയോ പിടിച്ച് കയറി. നമുക്ക് തൽക്കാലം ഇപ്പോഴേ പോവാ. പോയിട്ട് ഒരു വെയിലാറുമ്പോൾ നമുക്ക് ഇറങ്ങാം. വൈകിട്ട് ഏട്ടന് അമ്പലം ഉണ്ടെങ്കിൽ അമ്പലം കൊണ്ടാക്കിയിട്ട് വരുമോ, വന്നിട്ട് പോവാം. നമ്മൾ അന്ന് പോയ പ്ലേസില്ലേ, അവിടെ പോവാം. നീ എടുത്ത കല്ലുകളൊക്കെ ഇതി ബാക്കിയോ? തണ്ണിമത്തനോ? പരന്നതാണോ? ഇവിടെയൊക്കെ വെള്ളം കുറവാ കണ്ടോ. ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം ഇല്ല. എന്താ വെള്ളം കുറവാ. ആ ഭാഗത്തൊക്കെ നിറച്ച് വെള്ളമൊക്കെ വരാറുള്ളതാ, ഇപ്പം ഇല്ല. ഞാൻ കല്ല് തപ്പി ഈ സ്ഥലത്തിൻ്റെ അങ്ങ് അപ്പുറത്ത് എത്തും തോന്നുന്നു.
അവൻ നിൽക്കുന്നത്, അയ്യോ അവനെ കാണുന്നില്ല. എന്ത് ഒരു തല കാണുന്നുണ്ട്. ആ കിട്ടി കിട്ടി കിട്ടി. ദേ കണ്ടോ, ഇതാ ജീവി കൊണ്ട് നടക്കണം. അതാണ് സാധനം. ഞാൻ തപ്പി അങ്ങോട്ട് പോവോ. അതിമോഹമൊന്നുമില്ല, 1 2 കിട്ടിയ ധാരാളമായിരുന്നു. പക്ഷെ കിട്ടുന്നില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിമിഷ്ടമാണ്, ഒരു സുഖമില്ല. ഞാൻ ഇതുമായി എവിടേക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാ ആ കാണുന്ന സ്ഥലങ്ങൾ കണ്ടു, അങ്ങോട്ടൊക്കെ പോകുമെന്ന് തോന്നുന്നു. എൻ്റെ ധാരണ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഷേപ്പിൽ, ഒരു നല്ലൊരു ഷേപ്പിൽ, ഒരു മീഡിയമായിട്ടുള്ള ഒരു വലുപ്പത്തിലുള്ളൊരു കല്ല് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ഒരെണ്ണം എൻ്റെ കണ്ണിൽ വരുന്നില്ല. കുഞ്ഞു സാധനങ്ങളുണ്ട്, കുഞ്ഞു സാധനങ്ങൾ. പക്ഷെ അത് ഞാൻ ഓൾറെഡി കുറച്ച് കളക്ട് ചെയ്തതാണ്. എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന കല്ല് എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂകാംബികയിലെ മറ്റേ ഇതുണ്ടല്ലോ, റിവറുണ്ടല്ലോ, അവിടെ ഉണ്ട്. അവിടെ നോർമൽ ഫ്ലാറ്റായിട്ടുള്ള പ്ലേസ് അല്ലേ, അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനും ഇവനും കൂടെ ഒരു സ്പോട്ട് പോയിട്ടുണ്ട്. ആ സ്പോട്ടിലും ഇതേപോലെ കല്ലുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നേരം എനിക്ക് മൂള വന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ആവശ്യം വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചേനെ. പക്ഷെ അന്ന് തോന്നിയില്ല. പക്ഷെ ഒരു തോറ്റം തോന്നിയിട്ട് എനിക്കിപ്പോൾ വേണം. കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്. എൻ്റെ ഇപ്പോഴത്തെ സംശയം അതല്ല. ഒരു മിനിറ്റ്, ഈ ഭാഗം ഞാൻ എങ്ങനെ കിടക്കും? തിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കിടക്കണം. പക്ഷെ സ്ലിപ്പാവുമോയെന്നറിയില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ തലയും കൊത്തി വീണ് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രശ്നം. അവിടെ വരെയൊക്കെ പോകുന്നുണ്ട്. നോക്കാല്ലേ, അതെ ഫുള്ളി സ്ലിപ്പ്. പക്ഷെ ഇനി പോയി കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെ വരും? കല്ല് കിട്ടുന്നില്ല. നീ ഇവിടെയൊക്കെ സ്ലിപ്പാണ് കിടക്കാൻ. അത് സ്ട്രക്ചർ കണ്ടറിയാം. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ എവിടെയൊക്കെ ഇതൊക്കെ സ്ലിപ്പാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെ കിടക്കാം, ഇടിച്ച് കിടക്കാം. സൂപ്പറായിരിക്കും. പിന്നെ ഈ നോക്കാം. ഈ ആഴമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങാത്തത്. പക്ഷേ ഇറങ്ങിയപ്പോഴില്ലേ ഗീലായത്, ആഴമില്ലാന്ന്. പക്ഷെ ചിലയിടത്ത് ആഴമുണ്ടാകും. പിന്നെ വെള്ളത്തിൽ നിന്ന് ഞാൻ കയറി. ഇനി അടുത്ത സെക്ഷൻ. ഒരുത്തരം അവിടെ തുമ്മി നടക്കുക. എൻ്റെ ബലമായ സംശയം ഇവിടെ ഇല്ല എന്നാണ്. വേറെ സ്പോട്ട് നോക്കാം ഗീസ്. അങ്ങനെ ഒരെണ്ണം കിട്ടി ഗീസ്, ടൂറിസ്റ്റ്. ഇത് പക്ഷെ ഇത്തിരി പരന്നതാണെങ്കിൽ സൂപ്പറായിരുന്നു. ഇതൊരു മീഡിയമാണ്, അത് വെയിറ്റുണ്ട്. പിന്നെന്താ, കുറച്ച് ദൂരമുണ്ടാക്കാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് സംഭവം കിട്ടുവാണെങ്കിൽ ഇതിനെ വിട്ട് കളയില്ല. ഇത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനെടുക്കും. ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം ചെയ്യാനായിട്ട്, ആദ്യത്തെ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും. എൻ്റെ ചെരുപ്പ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെടുക്കാം. പക്ഷേ ഇനി ഞാൻ വിട്ട് കളയുന്നില്ല. എനിക്ക് ഇന്ന് തന്നെ ഞാൻ പോകും. അടുത്ത സ്പോട്ടുണ്ടെന്നേ, ആ സ്പോട്ടിൽ പോകണം. ഇത് അവനറിയാം. എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും വഴി അത്രയ്ക്ക് പിടുത്തല്ലേ. അപ്പോൾ കുറച്ച് ദിവസമായി പോയിട്ട്. ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായി ആ സ്ഥലത്ത് പോയിട്ട്. അല്ല, ഒരു വർഷമല്ല, കഴിഞ്ഞ വർഷം ഇടയ്ക്ക് വെച്ച് പോയതാണ്.
മഴക്കാലമൊക്കെ ഉള്ള സമയത്തില്ലേ, ആ ടൈമിലൊക്കെ പോയതാണ്. അത് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം കിട്ടി. ഇത് കൊണ്ട് വെച്ചിട്ട് വൈകിട്ട് ഒന്നും കൂടി ഇറങ്ങണം. നോക്കാം, തപ്പലാണല്ലോ മെയിൻ. നമുക്ക് തപ്പാം.